സീനിയർ ഗോൾ കീപ്പറിന്റെ പരിചയത്തോടെ ഗോൾ കീപ്പറിനെ കണ്ണിന് ഇഞ്ചുറി പറ്റുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു എനിക്കൊരു സീനിയർ ടീമിൽ പെർമനന്റ് പോസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പം ഏകദേശം ഒരു 8 വർഷത്തോളം കഴിഞ്ഞപ്പോഴാണ് ഒരു പെർമനന്റ് സീനിയർ ടീമിൽ കിട്ടുന്നത്. പക്ഷേ സീനിയർ ടീമിൽ സെക്കൻഡ് ഗോൾ കീപ്പർ ആയിരുന്നു. അവിടെ നിന്ന് സെക്കൻഡ് ഗോൾ കീപ്പറായിട്ട് ഇരുന്നു, കുറേ കാലം കഴിഞ്ഞു. അതിനുശേഷമാണ് ഒരു മെയിൻ ഗോൾ കീപ്പർ എന്നുള്ളൊരു പോസ്റ്റ് 2011 ഒരു സീനിയർ മെയിൻ ഗോൾ കീപ്പറായിട്ട് കയറുന്നു. പിന്നെ അവിടെ നിന്നുള്ള ജേർണി ഓൾമോസ്റ്റ് എനിക്കെല്ലാവർക്കും അറിയാം. ഞാൻ 4 ഒളിമ്പിക്സ് കളിച്ചിട്ടുണ്ട്. ഈ ഒളിമ്പിക്സിന്റെ ജേർണി ഒരു രസമുള്ളൊരു കാര്യമാണ്. അപ്പം ഈ തേർഡ് ഏസിയയിൽ കൺഫേം ആയിരിക്കുന്ന എനിക്ക് സെക്കൻഡ് ഏസിയയിലേക്കുള്ള അപ്ഗ്രേഡ് പോലെയാണ് ഈ ഒളിമ്പിക്സ് വേൾഡ് കപ്പ് ഒക്കെ. അപ്പോൾ ശരിക്കും നമുക്കെല്ലാം വിചാരിക്കും ഈ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ് അല്ലേ? നിങ്ങളൊക്കെ വിചാരിക്കണ്ടാവും ഒളിമ്പിക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇവിടെ നിങ്ങൾക്ക് ഓസ്കാർ അല്ലേ, അത് ഒളിമ്പിക്സിന് റിപ്പീറ്റ് ചെയ്യുന്ന പോലെയല്ലേ അല്ലേ? ഈ ശരിക്കുള്ള ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ പോകുന്നവൻ കക്കൂസിന് അറിയത്തില്ല. സത്യമായിട്ട് അതൊരു പ്രശ്നമായിരിക്കും. കാരണം ഒരാൾക്ക് നിങ്ങൾക്ക് നമ്മളെല്ലാവരും കുക്കറുണ്ടില്ലേ, ഈ കുക്കറിന്റെ അവസ്ഥയാണ്. നമ്മളൊരു പ്ലെയർ എന്ന് പറഞ്ഞ ഒരാൾ ആ കുക്കറിന് നടുക്ക് നിൽക്കുന്ന കഴിയുമ്പോൾ ഈ കുക്കറിനകത്തേക്ക് പ്രഷർ വരുന്നവരാണ് ഒളിമ്പിക്സ്. മൂട്ടിൽ നിന്ന് നമ്മുടെ അസോസിയേഷനിൽ തീരും ജയിച്ചേ പറ്റുള്ളൂ, നിങ്ങളെ കൊണ്ട് ജയിക്കണം, അതിനോട് വേറെ വഴിയില്ല. സൈഡിൽ നിന്ന് ഇപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയാസും ഏറ്റവും വേണ്ടിയ ഫാൻസിന്റെ പ്രഷർ, ഈ പ്രഷറെല്ലാം കൊണ്ടിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒളിമ്പിക്സ് 2012 ഒളിമ്പിക്സ് ആണ്, ലണ്ടൻ ഒളിമ്പിക്സ്. ഞാൻ യങ്സ്റ്ററാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒളിമ്പ്യൻ ആവുക. കാരണം ഏതൊരു സ്പോർട്സ് പേഴ്സൻ്റെയും ലക്ഷ്യമാണ് ഒളിമ്പ്യൻ ആവുക എന്നുള്ളത്. പക്ഷെ അതിൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒളിമ്പിക്സിൽ ചെല്ലുന്നു, അവിടെ ആദ്യത്തെ കളി തോറ്റും, രണ്ടാമത്തെ കളി തോറ്റും, കളിച്ച് കഴിയുന്നത് തോറ്റും, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒളിമ്പ്യൻ ആയിരുന്നു. അതിൻ്റെ എത്രത്തോളം പറഞ്ഞാൽ ഏഷ്യൻ ഗെയിംസ് ഒക്കെ ജയിക്കുന്നു, അതൊക്കെ കുറച്ചൊരു ശാസ്ത്രമായ പരിഹാരമായി. ആ 2016 ഒളിമ്പിക്സിലേക്ക് പോകുന്നു. 2016 ഒളിമ്പിക്സ് ആയപ്പോഴത്തേക്കും ഞാൻ സീനിയറാണ്. അപ്പോൾ ആ വർഷത്തെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഞാനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാമല്ലോ നമ്മൾ ജൂനിയർ ആയിരുന്നപ്പോൾ നമ്മുടെ മെന്റാലിറ്റി എന്താണ്. ഉടനെ തന്നെ ഞാൻ എൻ്റെ ജൂനിയേഴ്സിനോട് പറഞ്ഞു, നമ്മളെ ഇവിടെ ഒളിമ്പ്യൻ ആകുന്ന മൊത്തമല്ല, നമ്മളിവിടെ വന്നേക്കുന്നത് മെഡൽ ജയിക്കാനാണ്. അപ്പം നമ്മൾ എൻ്റെ അപ്പൂപ്പന് ആനയുണ്ടായിരുന്നു, നമ്മൾ താഴത്തോട്ട് കഴിഞ്ഞ് നടന്നുണ്ടാവില്ല. നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, ഒളിമ്പിക്സിന്റെ ഹിസ്റ്ററി എന്താണെന്ന് പറയാം, നമുക്ക് ഏകദേശം 8 ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. അപ്പം ആ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. ഒളിമ്പിക്സ് നമ്മൾ എല്ലാ ടീമിനെയും തോൽപ്പിക്കുന്ന, ചില ടീമുകളായിട്ട് തോൽക്കുന്നു. നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ കാനഡ എന്ന് പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു. കാനഡ എന്ന് പറഞ്ഞ ടീം റാങ്കിങ്ങിൽ ഒത്തിരി താഴെ നിൽക്കുന്ന ടീമാണ്. അവരുടെ കൂടെ ഒരു മാച്ച് വന്നു. അപ്പം സ്വാഭാവികമായിട്ടും റാങ്കിങ്ങിൽ മേളിൽ നിൽക്കുമ്പോൾ നന്നായി ഹോക്കി അറിയാവുന്നതായ നമുക്ക് കുറച്ച് കോൺഫിഡൻസോ ഇവരെ അടിക്കണം എന്നുള്ള രീതിയിൽ പോയി അവരുമായിട്ട് നമ്മൾ ഡ്രോയായി. ആ ഡ്രോ ആയതുകൊണ്ട് അന്നത്തെ 2016 ഒളിമ്പിക്സിന്റെ ഫൈനൽ കളിച്ച് ബെൽജിയമായിട്ട് ക്വാർട്ടർ ഫൈനൽ കളിക്കേണ്ടി വന്നു. നമ്മൾ തോറ്റു. അത് കഴിഞ്ഞു. ഇതൊക്കെ പറയാൻ ഞാൻ വേറെ കേട്ടോ, ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് പറഞ്ഞേക്കാം. നിങ്ങളൊക്കെ വിളിക്കുന്നത് നാളെ ലീഡറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് മുമ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ആൾക്കാർ ലീഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ. അപ്പം അന്ന് പഠിച്ചൊരു കാര്യം, 2012 മുതൽ പഠിച്ചൊരു കാര്യമാണ്. എന്താ പറയുക, നമ്മൾ പോകുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനല്ല, മെഡൽ വിജയിക്കാനാണ്. 2016 വന്നപ്പോഴത്തേക്കും പഠിച്ചൊരു കാര്യം, ചെന്നാൽ പോരാ, ജയിക്കണമെന്നുള്ള ആഗ്രഹം പോരാ, നമ്മൾ ഒരു ടീമിനെ വില കുറച്ച് കാണരുത്. കാരണം നമ്മളെക്കാളും ചെറിയ ആൾക്കാർ വരെ ഒരു ദിവസം ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഇവിടെ പറയും അല്ലേ, ഈ നീർക്കോലി കഴിച്ച് അത്താഴം മുടങ്ങുന്ന പരിപാടി, അത് മനസ്സിലാക്കി അത്രയായിരുന്നു. കാനഡയെ പോലത്തെ ഒരു ടീം നമ്മുടെ കൂടെ 2 ഗോൾ അടിച്ച് ഗോളാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ടൂർണമെന്റിൽ നിന്ന് ഔട്ട് ആവുന്ന സിറ്റുവേഷനിലേക്ക്. അതേ കാര്യം തന്നെയാണ് ഞങ്ങൾ 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ പോയപ്പോൾ മനസ്സിലാക്കിയത്. അന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ 2 പാഠങ്ങൾ മാത്രമല്ല, അതിൻ്റെ കൂടെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒത്തിരി ഹെൽപ്ഫുള്ളായി. കാരണം 2021 ടോക്കിയോയിൽ നമ്മൾ ഒരു ടീമിനെയും ഈസി ആയിട്ട് എടുത്തില്ല. അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയ ജൂനിയേഴ്സിന് എല്ലാവരും ഏകദേശം എനിക്ക് തോന്നുന്നു 2021 കളിച്ചപ്പോൾ ഒരു 10-12 പ്ലേയേഴ്സ് യങ് പ്ലേയേഴ്സ് ആയിരുന്നു. അവരെ വെച്ചിട്ട് പോയിട്ടാണ് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ വാക്കുകളെക്കാളും വിലയുടെ പ്രവർത്തിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും എഫക്റ്റീവ് എന്നൊരു കാര്യമാണ് പ്രവർത്തിക്കും. സോ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇതിന് കമന്റ് മാത്രം ചെയ്താൽ പോരാ, ദേ നീഡ് ടു ബി ആൻ എക്സാമ്പിൾ. എന്നെ സംബന്ധിച്ചോളം അന്നത്തെ ദിവസത്തിൽ ബീങ് എ സീനിയർ മോസ്റ്റ് പ്ലെയർ there was a time for me to perform. കാരണം ആ ഒരു സമയത്ത് ഞാൻ ചെയ്യാൻ നീ എന്ത് ചെയ്യാതെ നീ എന്താ ചെയ്യാത്തെന്ന് പറഞ്ഞേക്കാലോ. സോ ഐ നീഡ് ടു സ്റ്റാൻഡ് ടോൾ. അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ആ ഒരു ഗെയിം സിറ്റുവേഷനിൽ എന്തായാലും അറിയാം
10 മെമ്പേഴ്സിന്റെ കളിക്കുമ്പോൾ ഇറ്റ്സ് എ ടഫ് സിറ്റുവേഷൻ. ജയിക്കുമോ എന്നല്ല, തോക്കരുത് എന്നായിരുന്നു ചിന്ത. കാരണം ഇംഗ്ലണ്ടിന്റെ കൂടെ നമ്മൾ അതിന് കളിച്ച് 2 മാച്ചിൽ, അതായത് ഞങ്ങൾ പ്രോലീഗിന് വന്ന് 2 മാച്ചിൽ കളിച്ചത് ഞങ്ങൾ ഫുൾ സ്കോറായിട്ട് കളിച്ചത് ഓൾറെഡി തോറ്റു. 2 മാച്ച് തോറ്റിട്ടാണ് ഞങ്ങൾ ഒളിമ്പിക്സിന്റെ പുറത്താകാനായിട്ട് വരുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലേക്ക് ആദ്യം വന്നത്, അപ്പോൾ പാരീസിൽ ചെല്ലുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ടീമിന് എല്ലാവരും കോൺഫിഡൻസ് കിട്ടുമ്പോൾ നമ്മൾ ഫൈനലിൽ കളിക്കാൻ പറ്റും. അതിനുള്ള ക്വാളിറ്റി നമുക്കുണ്ട്, അതിനുള്ള കാലിബർ നമുക്കുണ്ട്, അതിനുള്ള സ്റ്റാൻഡേർഡ് നമുക്കുണ്ട്. പക്ഷേ ഈ വർഷം പഠിച്ചൊരു കാര്യം, എന്ത് സംഭവിച്ചാലും റൂൾസാണ്. അതായത് ഞങ്ങളെ ക്വാർട്ടർ ഫൈനലിൽ കളിക്കലിൽ ഹോക്കിക്ക് ഒരു റൂളുണ്ട്. നമുക്ക് ഹോക്കി സ്റ്റിക്ക് പൊക്കാൻ പാടില്ല. ഷോൾഡറിന് വേണ്ടി പൊക്കി കഴിഞ്ഞാൽ വേറെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെലിബറേറ്റ് ഫൗളാണ്. അപ്പോൾ ക്വാർട്ടർ ഫൈനൽ ഒരു പ്ലെയറിന് അൺഫോർച്ചുനേറ്റ്ലി ഷോൾഡറിന് വേണ്ടി പൊക്കി അയാൾക്ക് റെഡ് കാർഡ് കിട്ടി. ഈ റെഡ് കാർഡ് ഞങ്ങൾ ഒത്തിരി പോസ് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒളിമ്പിക്സിന്റെ സെമി ഫൈനൽസിൽ ജർമ്മനി പോലൊരു ടീമിൽ കൂടെ 15 പ്ലേയേഴ്സോട് കളിക്കുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അതിൽ തൊട്ടെങ്കിലും അടുത്തൊരു മെഡലുമായിട്ട് തിരിച്ചു വന്നു എന്നുള്ളത് വളരെയധികം സന്തോഷവും അതിനേറെ തന്നെ അഭിമാനം തരുന്നൊരു കാര്യമാണ്. അപ്പം എൻ്റെ ജേർണി ഇതായിരുന്നു. അതായത് എൻ്റെ ഫസ്റ്റ് ജേർണി കൊച്ചി ടു അല്ലെങ്കിൽ ആലുവ ടു ഡൽഹി ഒരു സ്ലീപ്പർ ക്ലാസ്സിലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജേർണി ഡൽഹി കൊച്ചി ടു ഡൽഹി ഒരു ബിസിനസ് ക്ലാസ്സിലാണ് ഫ്ലൈറ്റുള്ളത്. അപ്പോൾ പക്ഷേ അതിന് 24 വർഷം എടുത്തു. അതൊരിക്കലും പോകാനായിട്ട് ഞാനിവിടെ നോക്കുമ്പോൾ സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. സാറ് പറഞ്ഞോട് ഷെയർ ചെയ്യണം, അതോടെ പറയാം. എനിക്ക് 20 വർഷം കഴിഞ്ഞ് കിട്ടിയൊരു മെഡല് എൻ്റെ കൂടെ കളിച്ചൊരു കുട്ടിക്ക് വെറും 5 വർഷം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതായത് 5 വർഷം കരിയറുള്ള ഒരു കുട്ടിക്ക് 2 ഒളിമ്പിക്സ് മെഡലുണ്ട്. സോ ഒരുപക്ഷെ എനിക്ക് എടുത്തത് 24 വർഷമാണെങ്കിൽ അയാൾക്ക് എടുത്ത് 5 വർഷമാണ്. അതുപോലെ എനിക്ക് നിങ്ങളുടെ പലരുടെ അവസ്ഥ. ചിലരുണ്ടാവും ഈ ഒരു കരിയറിൽ നിന്നിട്ട് ഒത്തിരി വർഷം സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി ടോപ്പിലെത്തിയത്. എന്താ പറയുക, അതവരുടെ കാലിബർ ആയിരിക്കാം, മാറും ടാലന്റ് ആയിരിക്കാം, ചിലപ്പോൾ ലക്ക് എന്ന് പറയാം. പക്ഷെ എനിക്ക് ലക്ക് വരാൻ വേണ്ടി 24 വർഷത്തിന് മാത്രമേ ഉള്ളൂ. പ്രസന്റ് മൊമെന്റ് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു ഗോൾ കീപ്പറിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഗോൾ മേടിച്ചു കഴിഞ്ഞാൽ ആ ഗോൾ മേടിച്ചത് അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണല്ലോ അതിൻ്റെ ടീമിനെ എഫക്ട് ചെയ്തല്ലേ എന്ന് ചിന്തിക്കാതെ അടുത്ത ഗോൾ വരുവാണെങ്കിൽ അതിനുവേണ്ടി എങ്ങനെ റെഡി ആവാമെന്ന് മാത്രം ചിന്തിക്കുക. സോ അതായിരിക്കും ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഈ ഒരു 3 കാര്യമാണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്യുന്നത്. So my first question is like, how important is mental health in a professional athlete's career, and what are some of the tips that you want as a corporate employees need to adapt in our life? Mental health ആണ് ആക്ച്വലി. സോ ഇന്ത്യയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. കാരണം 325 ദിവസവും നമ്മൾ കളിക്കുന്നത് സെയിം സ്പോർട്ട് അല്ലേ, ഒരേ ഹോക്കി തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്. പക്ഷേ ഒളിമ്പിക്സിൽ വരുമ്പോൾ എന്തുകൊണ്ട് നമ്മളെ പെർഫോം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റില്ല, അവിടെയാണ് ഈ മൈൻഡ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഈ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞൊരു പ്രഷർ കുക്കറാണ്. ഈ പ്രഷർ കുക്കറിനകത്ത് തന്നെ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാതെ വരുന്നത് കൊണ്ടാണ് പലരും. സോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എൻ്റെ മെയിൻ തിരിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ആദ്യം ചെയ്യുക എന്നുള്ളത്, അതായത് ഗോൾ കീപ്പർ എന്ന നിലയ്ക്ക് എൻ്റെ ജോലി ആദ്യത്തെ ഗോൾ സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ ഐ ഡൺ ദാറ്റ്. സെക്കൻഡ് തിങ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. 2 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാണോ ചെയ്യാതെ അല്ലെങ്കിൽ ഇത് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ എല്ലാം ഞാൻ യൂസ് ചെയ്തു, രണ്ടാമത്തെ യൂസ് ചെയ്തു. സോ ഓട്ടോമാറ്റിക്കലി പ്രഷർ സിറ്റുവേഷൻസ് വരുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പാനിക്കാവും അല്ലേ. പാനിക്കാവുന്ന സമയത്ത് നമ്മുടെ എല്ലാ റിയാക്ഷൻസ് നമ്മൾ മറ്റുള്ള ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ ആ സമയത്ത് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് എല്ലാവരും ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന കമ്മ്യൂണിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തതായിരുന്നു. അത് രണ്ടാമത് ഗുഡ് ക്വാളിറ്റിയാണ് എത്തിയിട്ടുണ്ട്. മൂന്നാമത് ടീമിന് അറിയാൻ എന്താണ് നടന്നത്. സോ നമുക്കൊരു പ്രത്യേകത അറിയാമോ, ഇതിൽ എല്ലാവർക്കും ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ എല്ലാം ജോലി ഡിഫറെൻ്റ് ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ജോലി
പക്ഷെ കളക്ട്